ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛൻ അങ്ങനെ മകനെ ഉപദേശിക്കുക. പഴയതുപോലെ ഒന്നും അല്ല, എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് ഇറങ്ങി പോകാൻ പാകത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണൊന്നും അല്ല ഇപ്പോൾ വേദ. മനസ്സിലായില്ലേ എന്ന് ചോദിച്ച്. അപ്പോൾ ഓർക്കാനും കരയാനും ഇത്രയും കാലം ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഇനി തൊട്ടത് അങ്ങനെയല്ല, അറിയാലോ നിനക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം എനിക്ക് അറിയാം അച്ഛാന്ന് പറഞ്ഞു. എല്ലാം മനസ്സിലാവുകയും ചെയ്തു. ആ ഒരു ബോധ്യം എനിക്കുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു അച്ഛനും മോനും കൂടി അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ കമലയാണെന്നുണ്ടെങ്കിൽ കാത്തിരിക്കായിരുന്നു മാഷി ചെല്ലുന്നു. അപ്പോൾ മാഷേ, എന്താ മാഷേ, അവൻ എന്താ പറഞ്ഞേ, എന്താ മാറ്റി നിർത്തി നിങ്ങൾ സംസാരിച്ചതെന്ന് ആകാംക്ഷയോടെ ചോദിക്കാം. ഇനി ഏതെങ്കിലും മേടാകൂടങ്ങളിൽ ചെന്ന് ചാടും അവനെന്ന് ചോദിച്ചപ്പോൾ, അവനെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വരും കമല, നീ നോക്കിക്കോ എന്ന് പറഞ്ഞു. അവസാനിപ്പിച്ചു എന്ന് വെച്ചാൽ എന്താ ഈ പറയണേ? ഇപ്പോൾ അവൻ ഏറ്റെടുത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കമല, അത് ഭംഗിയായി അവസാനിപ്പിച്ച് അവൻ തിരിച്ചു വരും എന്നാണ് അതിൻ്റെ അർത്ഥം. പേടിക്കണ്ട. ജീവിതത്തിലെ ചില തെറ്റുകൾ തിരുത്താൻ അവൻ തയ്യാറാകുമ്പോൾ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അവൻ ചില തെറ്റുകൾ തിരുത്താനായിട്ടാണ് വന്നതെന്ന് പറയുമ്പം, അവൻ ചെയ്ത തെറ്റുകളെന്ന് പറയുമ്പോൾ അത് പലതും ആ ശ്രീനിവാസന് വേണ്ടി ഉണ്ടാക്കിയ അടിപിടികളൊക്കെ അല്ലേ എന്ന് ചോദിച്ചു. അത് തിരുത്താനും അതേ വഴി തന്നെ വേണ്ടി വരുമോ മാഷെ എന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ ചോദിക്കുക. അപ്പോൾ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടുമോ മാഷെ ഇനി അവനെന്നൊക്കെ ഇങ്ങനെ പേടിയോടെ ചോദിക്കുന്ന അമ്മയോട് താൻ ധൈര്യമായിട്ടിരിക്കാൻ പറയുവാണ് അച്ഛൻ. അപ്പം മാഷ് എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. അപ്പോൾ ഒളിക്കുന്നതൊന്നും അല്ല കമല, നീ ഭയപ്പെടരുത് എന്ന് കരുതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇതിലും കൂടുതൽ ഞാനിനി എന്ത് പേടിക്കാനാ മാഷേ, എത്രത്തോളം നമ്മൾ അനുഭവിച്ചതാണെന്ന് ചോദിച്ചു. പിന്നെ മാഷ് പറ, എന്താണെങ്കിലും പറ, എന്താണ് അവൻ മാറ്റി നിർത്തി സംസാരിച്ചത് എന്നോട് പറയാൻ പറഞ്ഞു. അപ്പോൾ പറയാമെന്നും പറഞ്ഞ് അച്ഛനോ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയാം. അപ്പോൾ ഇതുപോലൊരു റിസ്ക് അവൻ എടുക്കണമെന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അതവൻ ചെയ്യും എന്നുള്ള തീരുമാനത്തിലാണെന്ന കാര്യം പറയുമ്പം അവനത് ചെയ്യട്ടെ മാഷേ, അതല്ലേ നല്ലതെന്ന് കമല പറയുക. ആ സമയം രണ്ടുപേര് മരണം വരെ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ വില എന്താണെന്ന് അവന് മനസ്സിലായതുകൊണ്ടല്ലേ മാഷേ അതവൻ നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചതും അതിനുവേണ്ടി അവൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതും. അതിനർത്ഥം അവന് ബന്ധങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലായി എന്നുള്ളതല്ലേ എന്നും കമല ചോദിക്കുക. അപ്പോൾ അച്ഛൻ ആലോചിച്ചപ്പോൾ ശരിയാ, ആ ഒരു ഇതിൽ ശരിയാണ്, അതവനെ വേദം മനസ്സിലാക്കി കൊടുത്ത കാര്യമല്ലേ മാഷേ എന്നും ചോദിച്ചു. അപ്പോൾ അതേ കമല, ആദ്യം കേട്ടപ്പോൾ ഞാനതിനെ വിലക്കിയെങ്കിലും പിന്നീട് ഞാനും അവനോടത് ചെയ്തോളാൻ തന്നെ സമ്മതിക്കുകയായിരുന്നു എന്ന് സുധാകരൻ മാഷ് പറയുന്നു. അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായതുപോലെയാണ് എനിക്ക് തോന്നിയതെന്നും അച്ഛൻ അമ്മയോട് പറയുക. അവനായിട്ട് ഇല്ലാണ്ടാക്കിയൊരു ബന്ധത്തെ അവനായിട്ട് തന്നെ കൂട്ടിച്ചേർക്കുകയാണെന്ന കാര്യവും പറഞ്ഞു. അത് അവൻ്റെ ജീവിതത്തിൽ നന്മ വരുത്തുകയേ ഉള്ളൂ എന്നും ആ അച്ഛൻ അമ്മയോട് പറയുമ്പോൾ, അതെ മാഷേ, അതെ, ഇത്രയും തടസ്സങ്ങൾ അവൻ താണ്ടി എത്തിയിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാക്കുന്ന തടസ്സവും അവൻ താണ്ടും എന്നത് ഉറപ്പാണെന്നും അമ്മ അച്ഛനോട് പറയുവാണ്. അങ്ങനെ അമ്മയും അച്ഛനും മകന് വേണ്ടി സംസാരിച്ച് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വിനായകനെയാണ് കാണിക്കുന്നത്. നന്ദിനി വിനായകൻ്റെ അടുത്തേക്ക് വരുക കേട്ടോ. അവൻ ഈ വന്നതിന് എന്തോ ലക്ഷ്യമുണ്ടെന്നും പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ വിനയേട്ടാ. എന്നതാ? കേട്ട പാടെ ചാടിക്കടിക്കാനൊന്നും വന്നേക്കരുത്, നന്നായി ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. നീ കാര്യം എന്നാന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു വിനായകൻ. വർഷേച്ചി എന്നെ വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അതെ, ഇവൻ ഇത്രയും കാലം അവരറിയാതെ ആ വീട്ടിൽ ഒളിച്ച് താമസിച്ചതിനെ ശ്രീകാന്തേട്ടൻ കലിതുള്ളി നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നീ എന്നോട് പറഞ്ഞ കാര്യമാണല്ലോ. അപ്പോൾ വേദയുടെ അച്ഛനും വിളിച്ചു പറഞ്ഞതാണല്ലോ. പിന്നെ ഇപ്പം എന്താ പുതിയൊരു കണ്ടുപിടുത്തം പോലെ? ഞാൻ പറയാൻ വന്നത് അതൊന്നും അല്ല. പിന്നെ അതെ, ശ്രീകാന്തേട്ടൻ ഇവനെ അന്വേഷിച്ച് നടക്കല്ലേ. അപ്പോൾ ഇവൻ ഇവിടെ ഉണ്ടെന്ന് നമുക്കങ്ങ് വിളിച്ചു പറഞ്ഞാലോ എന്ന് വിനായകനോട് ഈ നന്ദിനി പറയാം. സ്ഥലം ആദ്യം പറയണ്ട, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എത്ര രൂപ ചോദിച്ചാലും അവർ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ വിനായകൻ ഇങ്ങനെ ഇരിക്കുക. ആദ്യം കാശ് അയച്ചു തരാൻ പറയാം, എന്നിട്ട് വിക്രം എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്നും നന്ദിനി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ നീ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനങ്ങനെ മണ്ടത്തരൊക്കെ കാണിക്കും എൻ്റെ വിനയേട്ടാ. അപ്പം ശരിയാ, പൊന്മുട്ടയിടുന്ന താറാവിനെ വെറുതെ അങ്ങ് വിട്ടുകൊടുക്കുന്നത് ശരിയല്ലല്ലോ. വേദം ഒഴിഞ്ഞു പോയ സമാധാനത്തിലിരിക്കുകയായിരുന്നല്ലോ നീയും. അപ്പോൾ സംശയമുണ്ട് എൻ്റെ വിനയേട്ടാ. അപ്പോഴാണ് ഇവളെ ആനയിച്ച് ഇവൻ ഇങ്ങോട്ടൊക്കെ എഴുന്നള്ളാണെന്ന് അറിയത്. പിന്നെ ദേഷ്യം വരാതിരിക്കും? ഇല്ല, വരും, ഉറപ്പായിട്ടും വരും. അപ്പോൾ ശ്രീകാന്തിനെ അറിയിച്ചാൽ ആ നിമിഷം അവരിവിടെ വന്ന് വിക്രമനെ കൊണ്ടുപോകും. അപ്പം അതിന് പിന്നിൽ നമ്മളാണെന്ന് അച്ഛൻ അറിഞ്ഞാലോ? അപ്പോൾ അത് ആരാ അറിയിക്കാൻ പോകുന്നത്? ശ്രീകാന്തേട്ടൻ എന്തായാലും അത് പറയാൻ പോകുന്നില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് നന്ദിനി. അവർ വിക്രമനെ എന്തെങ്കിലും ചെയ്താലോ? എന്തോന്ന് ചെയ്യാൻ, 4 അടി കിട്ടുമായിരിക്കും.
അവനും കുറേ പേരെ തല്ലിയിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ നന്ദിനിയെ. അവർക്കറിയേണ്ടത് വേദ എവിടെയുള്ളത് എന്നുള്ളതായിരിക്കും. അതറിഞ്ഞാൽ അവളെ അവരങ്ങ് കൂട്ടിക്കൊണ്ട് വന്നോളുവന്നേ, കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ വിനായകനിരുന്ന് ഇങ്ങനെ ആലോചിക്കുക. അപ്പം നന്ദിനി എഴുന്നേറ്റ് ചെന്നിട്ട്, അതെ, ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ശ്രീകാന്തേട്ടൻ വേദയെ കണ്ടുപിടിക്കുമെന്നുള്ളതാണ് വർഷേച്ചി എന്നോട് പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മളായിട്ടൊരു കാരണമായാൽ അതിന് തക്ക പ്രതിഫലവും നമുക്ക് ചോദിക്കാമല്ലോ. വെറുതെ വന്നു ചേരുന്നത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പം അത് നീ പറഞ്ഞത് ശരിയാണല്ലോ, അങ്ങനെ നല്ല രീതിയിൽ ചിന്തിക്കും. കയറി വന്ന വിക്രമത്തിനെ അവർ പോലീസിൽ ഏൽപ്പിക്കും. അവിടുന്ന് അവൻ ഊരിപ്പോരോ ജയിലിൽ കിടക്കോ എന്ത് വേണേലും ആയിക്കോട്ടെ, അതിന് നമുക്കിപ്പോൾ എന്താ കുഴപ്പം? അതും ഒരു കണക്കിന് ശരിയാ എന്ന് വിനായകൻ. അപ്പം നന്ദിനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ ഒരു കാര്യത്തിൽ നിന്നെ സമ്മതിക്കണം കേട്ടോ. എന്തിനാ വിനേട്ടാ? അല്ല, ഇതിനിടയിലും നീ ഒരു കച്ചവട സാധ്യത കണ്ടെത്തിയല്ലോ. അയ്യോ, അതെനിക്ക് വേണ്ടി മാത്രം അല്ലല്ലോ. അപ്പം അത് പിന്നെ എനിക്ക് അറിയത്തില്ലടി പൊന്നെ. അതെ, അതുകൊണ്ട് അതിന് ഞാൻ നിനക്കൊരു സമ്മാനം തരാൻ പോവാന്ന് പറഞ്ഞു വിനായകൻ. ദേ, എന്ത് സമ്മാനം നീ ചോദിച്ച് നന്ദിനി നിന്നപ്പോഴേക്കും ആ ചെവിക്കല്ല് തീർത്ത് ഒരൊറ്റ ഒരെണ്ണം അങ്ങ് പൊട്ടിച്ചു. അയ്യോന്ന് കാറിയപ്പോഴത്തേക്കും വായും കൂടി അങ്ങ് പൊത്തി അങ്ങ് പിടിച്ചു. അങ്ങനെ വിനായകൻ നന്ദിനി എടുത്തിട്ട് ചവിട്ടി കൂട്ടി അവിടെ ഇട്ട് ഒരൊറ്റ ചവിട്ടം വെച്ച് കൊടുത്തു. അയ്യോ എൻ്റെ നടുവേ, എൻ്റെ കഴുത്തേന്നും പറഞ്ഞു ഇങ്ങനെ കരയുമ്പം മിണ്ടിപ്പോകരുത് നീ ഒട്ടോടിയും. നിന്റെ ശബ്ദയും മുറിക്ക് പുറത്ത് കേട്ടാ കൊന്നു കളയും നിന്നെ ഞാൻ. അവളുടെ നക്കാപ്പിച്ച കാശിന് വേണ്ടി എൻ്റെ അനിയനെ ഞാൻ ഒറ്റണോ അല്ലേടി? നീ ആള് കൊള്ളാലോടി. ഇതേ അച്ഛനെ വിളിച്ച് പറയട്ടെടി, നിന്റെ സ്ഥാനം എവിടെയായിരിക്കും എന്ന് എനിക്കറിയാവോ? ഇതേ വിനേട്ടൻ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. നിനക്ക് ഒറ്റ ഒരു ഉദ്ദേശമുള്ളൂ, പണം. അതിന് വേണ്ടി നീ എന്തും ചെയ്യും. നീ ആരെയും ഒറ്റാനും മടിക്കില്ല, എന്തും ചെയ്യും. എടീ, എന്ത് വിശ്വസിച്ചാടി ഞാൻ നിൻ്റെ കൂടെ കിടക്കുന്നതെന്ന് വിനേട്ടൻ ചോദിക്കാം. അയ്യോ, നിൻ്റെ കുനിഷ്ടും ആർത്തിയും കാരണമാണ് ഞാൻ ഇത്രയും കാലം വഴി തെറ്റിയതെന്ന് വിനായകൻ പറയണു. എന്നിട്ടും അച്ഛൻ നമ്മളോട് പുറത്തു, ഈ വീട്ടിൽ വീണ്ടും കയറ്റി പാർപ്പിച്ചു. എന്നിട്ടും നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേടി? അപ്പോഴത്തേക്ക് നന്ദിനി ഒന്നും പറഞ്ഞിരിക്കുക. മതി, ദേ ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ച് ശരിയാവത്തില്ല. നാളെ നേരം വെളുത്താ നീ നിന്റെ വീട്ടിലോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അയ്യോ വിനേട്ടാ, അങ്ങനെയൊന്നും പറയല്ലോ വിനേട്ടാ. ദേ മിണ്ടിപ്പോകരുത് നീ. പിന്നെ ഈ വിളി ഇന്നത്തോടെ നിർത്തിക്കോളാൻ പറഞ്ഞു. എനിക്കേ എൻ്റെ അച്ഛനും അമ്മയിട്ടൊരു പേരുണ്ട്, വിനായകൻ. ദേ അതിന് ചന്തം പോരാന്നും പറഞ്ഞ് നീ അത് വിനേട്ടനാക്കി പരിഷ്കരിച്ചു. അന്ന് മുതൽ തുടങ്ങിയതോടി എൻ്റെ കഷ്ടകാലം വന്ന് വിനായകൻ പലപ്പോഴും തലയ്ക്ക് താളതാമസം വന്നത് വിനായകന്. മതി, ഇനി അത് അനുഭവിക്കാൻ എനിക്ക് വയ്യാന്നും പറഞ്ഞു. അങ്ങനെ നന്ദിനിയെ ഉപേക്ഷിക്കുക വിനായകൻ. നാളെ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോ. തന്തയ്ക്ക് വയ്യുന്നോ തള്ളയ്ക്ക് വയ്യുന്നോ ആർക്കും എന്നെ പറ്റിയെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഇനിയെ സഹിക്കാൻ എനിക്ക് വയ്യ. അപ്പം ഞാൻ എവിടേക്ക് പോവാനോ? അങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പം നീ എവിടെ പോയാലും എനിക്കൊന്നുമില്ല എന്ന് വിനായകൻ നന്ദിനിയോട് പറയണം. ഓ, തെറ്റ് ചെയ്തത് മുഴുവനും ഞാൻ മാത്രമാണല്ലേ എന്ന് നന്ദിനി ചോദിക്കാം വിനായകനോടെ. നിങ്ങൾ ചെയ്തൊന്നും തെറ്റല്ലല്ലോ. ശരിയാ, നന്ദിനി കുശുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട്, ആർത്തിയോടെ പെരുമാറിയിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും വീതം മാത്രമല്ല അച്ഛൻ്റെ അമ്മയുടെ സൽപുത്രം വിനായകൻ പറ്റിയിട്ടുള്ളതെന്ന് പറയുകയാണ്. എപ്പോഴൊക്കെ ശ്രീകാന്തേട്ടൻ്റെ കയ്യിൽ നിന്നും പണം പറ്റിയിട്ടുണ്ടോ അത് മുഴുവനും പോയതേ കളരിക്കൽ വിനായകൻ്റെ അക്കൗണ്ടിലേക്കായിരുന്നു. ഒരു ചില്ലി കാശ് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടില്ല എന്ന് നന്ദിനി പറയാം. പിന്നെ ഇപ്പോൾ വൈകിയ വേളയിലും നിങ്ങൾക്ക് കുടുംബസ്നേഹം ഉദിച്ചപ്പോൾ നന്ദിനി മാത്രം തെറ്റുകാരിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിനായകനെ നിർത്തിപ്പറിക്കാനും തുടങ്ങി. എന്നാൽ നിങ്ങൾ ഒന്ന് കേട്ടോ, നാളെന്നല്ല അടുത്തെങ്ങ് ഓരോ ദിവസവും നന്ദിനി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല. ചിട്ടി പിടിച്ച് മാർക്ക് കൊടുക്കാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ കാശുണ്ടല്ലോ, ആ കാശെടുത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയി കണ്ട ആ വീടില്ലേ, അത് എൻ്റെ പേരിൽ പോയി തീറാക്കാൻ നന്ദിനി പറയാം. നിങ്ങളുടെ അനിയൻ ഭാര്യയുമായി ഇവിടെ വന്ന് താമസം തുടങ്ങിയ ഞാൻ പിന്നെ ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. ദേ ഞാനും നിങ്ങളും കൂടി ഇവിടെ നിന്ന് ആ വീട്ടിലേക്ക് അങ്ങ് മാറുമെന്ന് നന്ദിനി പറയാം. പിന്നെ ദേ അച്ഛനോടും അമ്മയോടും ഉള്ള കടപ്പാട് തീർക്കാൻ എൻ്റെ പേരിൽ വാങ്ങുന്ന ആ വീടിനെ നിങ്ങൾ ശ്രീവിനായക എന്ന് പേരും ഇട്ടോ, എനിക്ക് ഒരു കുഴപ്പമില്ല. അല്ലാതെ എന്നെ ഒഴിവാക്കാമെന്ന് ഈ ജന്മം നിങ്ങൾ വിചാരിക്കണ്ട എന്ന് വിനായകനോട് നന്ദിനി പറയാം. വാഴാനാണെങ്കിലും വീഴാനാണെങ്കിലും ഞാൻ നിങ്ങളെയും കൊണ്ടേ പോകുള്ളൂ എന്നും നന്ദിനി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയ നന്ദിനി തിരിച്ചു വന്നിട്ട്, അതെ ഒരു കാര്യം കൂടി, പിന്നെ ഇപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കയ്യേറ്റുണ്ടല്ലോ അത് അവസാനത്തേതായിരിക്കണമെന്നും പറഞ്ഞ് നന്ദിനി വലിയതാക്കിയിട്ട് അങ്ങ് പറഞ്ഞു.
ദേ ഇല്ലെങ്കിൽ പിന്നെ ആ കൈ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നന്ദിനി ഒന്ന് പോയി. വിനായകന് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രീജയും വിശ്വനും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. എന്തൊരു ആശ്വാസം അല്ലേ എന്ന് ശ്രീജ വിശ്വനോട് ചോദിക്കുമ്പോൾ ശരിയാ, കാര്യം വിക്രം വേദത്തിനും അപകടമൊന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരെവിടെയാണ് എന്നറിയാത്തതായിട്ടുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറി കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ എത്ര ദിവസമായിരുന്നു ശരിക്കും ആഹാരമെങ്കിലും കഴിച്ചിട്ട്? അപ്പോൾ അതൊക്കെ എനിക്കറിയാം. അച്ഛനും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെ ഉള്ളിലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? അല്ല, എൻ്റെ ഒരു തോന്നലാ, ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. താൻ ചോദിക്കടോ, എന്താ? അത് പിന്നെ വിക്രം ഇത്രയും നാളും താമസിച്ചത് വേദയുടെ സംരക്ഷണത്തിൽ അവളുടെ വീട്ടിലായിരുന്നില്ലേന്ന് ചോദിച്ചു. അത് അങ്ങനെയാണെന്നല്ലേ അവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് വിക്രം ഇന്ന് പറഞ്ഞതുപോലെ ദൂരെ ഒരിടത്തേക്ക് രക്ഷപ്പെട്ടു പോയത് എന്തിനായിരിക്കും എന്നിങ്ങനെ ശ്രീജ വിശ്വനോട് ചോദിക്കുന്നു. അപ്പോൾ ദേ അവർ ഈ ഒരു സാധ്യതകളെപ്പറ്റി അവിടെ ഇന്നിങ്ങനെ സംസാരിക്കുന്നു. പിന്നെ വിക്രത്തിന് ഇനിയിപ്പോൾ മാറി താമസിക്കേണ്ട കാര്യം എന്താ? വിക്രത്തിൻ്റെ പേരിൽ വാസവും കൊടുത്തിരുന്ന കേസൊക്കെ പിൻവലിച്ചില്ലേ? അപ്പോൾ പിന്നെ വേറെന്താ കാര്യം, വേറെന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. വിക്രം പറഞ്ഞത് വിശ്വേട്ടൻ കേട്ടില്ലേ? എന്തോ ഒരു വലിയ കാര്യം ചെയ്തു തീർക്കാനുണ്ടെന്ന്, അതിനു വേണ്ടി വന്നതാണെന്ന്. അത് ശ്രദ്ധിച്ചായിരുന്നു വിശ്വേട്ടൻ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതുമാത്രമല്ല, വേദയുടെയും വിക്രത്തിൻ്റെയും പിറകിലുള്ളത് വേദയുടെ ചേട്ടനാണെന്ന് വിക്രം പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? വേദയുടെ അച്ഛൻ കണ്ടതുകൊണ്ടല്ല, വേദയുടെ ചേട്ടൻ കണ്ടതുകൊണ്ടാണ് വേദ വിക്രവുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയതെന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു. എന്തായിരിക്കും അതിന് കാരണം? എന്തായിരിക്കും വേദയുടെ ചേട്ടൻ്റെ ലക്ഷ്യം? എന്തായാലും വിക്രം വൈകാതെ വേദയും കൂട്ടി ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞത്? നമുക്കത് നേരിട്ട് ചോദിക്കാം. നീ ഇപ്പോൾ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനത്തെ അവർ കയറി കിടന്ന് ഉറങ്ങണം. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയും അതുപോലെ മേരി ചേച്ചിയും കൂടെ കിടന്ന് ഉറങ്ങുക. അപ്പോൾ വേദയുടെ ഫോണിലേക്ക് കോള് വരുന്നു. വേദ ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. വേറെ ആരുമല്ല, വിക്രമാണ് വിളിച്ചത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അച്ഛനും അമ്മയും എന്തൊക്കെ പറഞ്ഞു ഇതൊക്കെ ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും നിന്നെ കാണാഞ്ഞിട്ടുള്ള വിഷമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ കൂടി വന്നേനെ, പക്ഷെ എന്ത് ചെയ്യാം, അനിയൻകുട്ടൻ എവിടെയായി പോയില്ലേ എന്ന് വേദ ഇങ്ങനെ പറയാം. അവൻ ഭക്ഷണം കഴിച്ചോ? ഇന്നവന് ഭക്ഷണം കൊടുത്തത് ഗീവർഗീസേട്ടനായിരുന്നു എന്ന് പറഞ്ഞു. ആണോ? ഇന്ന് ഏതാണ്ട് 8 മണി വരെ ഗീവർഗീസേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നും അവനെ തുടച്ചു വൃത്തിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് പോയതെന്ന് പറഞ്ഞു. പിന്നെ മേരി ചേച്ചിയോട് പോയിക്കോളാൻ പറഞ്ഞിട്ട് കൂട്ടാക്കിയില്ല, ഇതേ അകത്ത് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയായിരുന്നു മേരി ചേച്ചി രാത്രി നിന്നെ ഒറ്റയ്ക്കിട്ടിട്ട് പോവില്ല എന്ന്. ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഇവരോടൊക്കെയുള്ള ഒരു കടപ്പാട് എങ്ങനെ തീർക്കാനാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോവുകയാണെന്ന് പറയുമ്പോൾ അവരൊന്നും ആഗ്രഹിച്ചിട്ടൊന്നും അല്ല വേദേ ഇതൊക്കെ ചെയ്യുന്നത്. സ്നേഹിക്കാനും സഹായിക്കാനും മാത്രം അറിയാവുന്നു. അതുപോലെ കടപ്പാടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ അവർക്കതൊരു പക്ഷേ സങ്കടം വരുമെന്ന കാര്യവും വിക്രം പറഞ്ഞപ്പം അത് ശരിയാണെന്ന് പറഞ്ഞു. അല്ല, നീ ഇപ്പോൾ പുറത്താണോ നിൽക്കുന്നത്? അപ്പോൾ എങ്ങനെയാണ് മനസ്സിലായേ? അല്ല, മലയിൽ നിന്ന് കാറ്റടിക്കുന്ന ശബ്ദം കേൾക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ എന്തോ ഒരു വിഷമം പോലെ എനിക്ക്. അതെന്താ, എന്തു പറ്റി? അത് പിന്നെ വിക്രം അടുത്ത് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ശരിക്കും അങ്ങനെയാണോ? ശരിക്കും അങ്ങനെയാണെന്ന് വേദ പറഞ്ഞു. ഇത്രയും ദിവസം കൂടെ ഇരുന്നിട്ടേ ഇപ്പം പെട്ടെന്ന് അങ്ങ് മാറി നിന്നപ്പോഴേ ഒരു എന്തോ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കരയാനൊക്കെ തോന്നുവാണെന്നൊക്കെ വേദ പറഞ്ഞു. അപ്പോൾ 1-2 ദിവസത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ ഇങ്ങനെ തോന്നുന്നെങ്കിലേ കുറേ കാലത്തേക്ക് മാറി നിൽക്കേണ്ടതായിട്ട് വന്നാലോ? എന്തിനെ എപ്പോഴും ഇങ്ങനെ പിരിയുന്നതിനെ പറ്റി പറയുന്നതെന്ന് വേദ ചോദിക്കുക. അപ്പോൾ ഇന്നാളൊരു ദിവസം നീയല്ലേ അങ്ങനെ എന്നോട് പറഞ്ഞു, എന്നാൽ ഇനി ഒരിക്കലും രണ്ടുപേരും അങ്ങനെ പറയണ്ട. എന്താ? ശരി, സമ്മതിച്ചു, പോരെ, മതി പറഞ്ഞ് വേദ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇവർ കുറേ നേരം രണ്ടുപേരോട് ഒത്തിരി സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് സമയം പോയത് പോലും അറിഞ്ഞില്ല. അങ്ങനെ ഇതെല്ലാം കുറേ കഴിഞ്ഞപ്പം ശരി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. സമയം ഒരുപാടായേ, അപ്പോൾ ഉറക്കമൊന്നും വരുന്നില്ലെന്നേ, നമുക്കിങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം എന്ന് വിക്രം പറഞ്ഞപ്പം അകത്തെ മേരി ചേച്ചി ഉണ്ടെന്ന് വേദ. അല്പം നിയന്ത്രണമൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗുഡ് നൈറ്റേ എന്ന് പറഞ്ഞ് നമ്മുടെ വേദ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. വേദ അവിടെ നിന്ന് വിക്രത്തെ ഓർക്കുന്നു, വിക്രം അവിടെ ഇരുന്ന് വേദയെ ഓർക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നതേ നമ്മുടെ മോള്, വേറെ ആരുമല്ല, നന്ദിനി മോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ വിക്രം അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ വന്നിരിക്കാം. ഒരു കളിച്ച ചിരിയൊക്കെ ചിരിച്ചിരുന്ന് നന്ദിനി കഴിക്കുകയാണ് ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ അമ്മ അവിടെ കഴിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച് വിക്രത്തിനും കൊണ്ട് വെച്ചു. അപ്പോഴത്തേക്ക് അച്ഛനും വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ അവരെ ശ്രീജയെ വിളിച്ചു. എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നന്ദിനി ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ലേ, എടുക്കുന്നു കഴിക്കുന്നു ഇരിക്കുന്നു. അപ്പോൾ നീ ഇനി എന്നാ മോനെ തിരിച്ചു വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അധികം വൈകില്ല അമ്മയെന്ന് പറഞ്ഞു വിക്രം. ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം കൂടി ചെയ്തു തീർക്കാനുണ്ടെന്ന്. അപ്പം നന്ദിനി വേദയെ മാത്രം അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് നിനക്ക് മാത്രം എന്താ ഇവിടെ ചെയ്തു തീർക്കാനുള്ളത് എന്ന് നന്ദിനി വിക്രത്തോട് ചോദിക്കുക.
എന്താ അതറിഞ്ഞിട്ട് നിനക്ക് ആരെങ്കിലും അറിയിക്കാനുണ്ടോ നന്ദിനി എന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു. അയ്യോ എനിക്കാരെ അറിയിക്കാൻ, അച്ഛനെന്താ അങ്ങനെ പറയുന്നത്? ഇവിടെ നടക്കുന്ന കാര്യം മുഴുവനും ഞാൻ ആരെയൊക്കെ അറിയിക്കുന്നതാണോ എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ എന്നല്ല, പക്ഷെ ചോദ്യത്തിലെ ക്യൂരിയോസിറ്റി കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി ആരും അറിയാതെ നാട് വിട്ടുപോയ ഒരാളെ ഒറ്റയ്ക്ക് തിരിച്ചു വന്നത് കണ്ടപ്പോൾ ചോദിച്ചു പോയെന്നേ ഉള്ളൂ, അതിന് വേറെ അർത്ഥമൊന്നും അച്ഛൻ കാണണ്ട എന്നും പറഞ്ഞ് നന്ദിനി ഇരിക്കുക. എന്നാലേ ഇവനിവിടെ വന്നതേ ഒരാളെ തട്ടിക്കൊണ്ട് പോകാനാ. അപ്പോഴോ എന്നിങ്ങനെ അച്ഛൻ ചോദിച്ചപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രാന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. ഇങ്ങനെ വല്ലതും പറഞ്ഞാലേ ഇവക്ക് തൃപ്തിയാവുള്ളൂ, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് അച്ഛനാന്നാവുകൊണ്ട് തന്നെ പറയുകയും ചെയ്തു. വിക്രത്തിന് അപ്പോഴൊന്ന് ശ്വാസം നേരെ വീണത്. ഇനി എന്തായാലും വിക്രം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇറങ്ങി പുറപ്പെടില്ലെന്ന് നന്ദിനിക്ക് പോലും അറിയാവുന്ന ശ്രീജ. ഈ എന്താ ഒരു പോലും എന്ത് നന്ദിനി, അപ്പം നീ നല്ലതൊന്നും സാധാരണ ആഗ്രഹിക്കാറില്ലല്ലോ, ആ നിനക്ക് പോലും വിക്രം ഇനി അങ്ങനെ ചെയ്യും എന്ന് തോന്നുന്നില്ല എന്നാ ശ്രീജ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് നമ്മുടെ അമ്മയും പറഞ്ഞു. എന്നിട്ട് ഇവരവിടെ ഇരുന്ന് ഇങ്ങനെ കളിയാക്കി ചിരിക്കും കേട്ടോ. അപ്പോൾ ദേ മോനെ, വേദയുടെ കയ്യിൽ ഫോണുണ്ടോ എന്ന് ചോദിച്ചു. അവിടുത്തെ ഒരു ചേച്ചിയുടെ ഫോണുണ്ടെന്ന കാര്യം പറയാം. അപ്പോൾ വിളിച്ചാൽ കിട്ടുമോ മോനെ? പിന്നെന്താ, ഞാൻ എന്താ വിളിച്ചാലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം വിളിക്കുന്നു. അപ്പോഴത്തേക്കും നന്ദിനി ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ. എങ്ങോട്ടും വിളിക്കുന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണിച്ച. അപ്പോഴത്തേക്കും വിളിച്ചു കൊടുത്തു. മോളെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കമല ഫോണുമായിട്ട് അങ്ങ് പോയപ്പോഴത്തേക്കും നന്ദിനിക്ക് ചൊറിഞ്ഞു വരാൻ തുടങ്ങി. നന്ദിനി ഇങ്ങനെ പല്ലു ഉറമിപ്പിടിച്ച് ഇങ്ങനെ ഇവരെ മാറി മാറി ഇങ്ങനെ നോക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. നന്ദിനിക്ക് പിന്നെ എത്ര കിട്ടിയാലും മതിയാവില്ല, പഠിക്കത്തുമില്ല. ചോദിച്ച് മേടിക്കാൻ, കൊടുത്തില്ലെങ്കിൽ അത് ചോദിച്ച് മേടിക്കാൻ നമ്മുടെ നന്ദിനിക്ക് പ്രത്യേക ഒരു മിടുക്കാം. അപ്പോൾ എന്തായാലും നന്ദിനി ഇങ്ങനെ കുറുക്കൻ്റെ കണ്ണുമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടിയാലോ അങ്ങനെ ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.